ഹേയ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഒരു നീണ്ട 13 വർഷത്തിന് ശേഷമുള്ള ഒരു സ്റ്റേ ഓവറാണ്. ഇതാണ് ഡോക്ടർ നെജ്മുന്നീസ. നെജ്മു പെട്ടെന്ന് കയറി വന്നപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് ശരിയായില്ലേ എന്നൊരു തോന്നൽ. അങ്ങനെ രണ്ടാമത് ഞാൻ പുറത്തിറക്കിയിട്ട് ഒന്നും കൂടെ ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ അഭിനയം അത്ര അങ്ങോട്ട് ശരിയായില്ല. അപ്പോൾ ഗെറ്റ് ടുഗെദർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളാകെ 3 പേരേ ഉള്ളൂ കേട്ടോ. അതായത് ഞാനടക്കം 4 പേര്. അങ്ങനെ നമ്മൾ അടുത്ത ആളും റോഡ് മാപ്പൊക്കെ നോക്കി എങ്ങനെയൊക്കെ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഗെറ്റ് ടുഗെദേഴ്സ് ഇതിന് മുന്നേ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു സ്റ്റേക്കേഷൻ ഈ 13 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഡോക്ടർ ഷാഹിന ഫ്രം കൊണ്ടോട്ടി. അപ്പം നെജ്മും ഷാഹിനയൊക്കെ നൈസായിട്ട് പിള്ളേരെ വീട്ടിൽ പേരൻസിൻ്റെ ഒക്കെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വന്നതാണ്. അവർ ഓരോരുത്തരായിട്ട് എത്തിയപ്പോഴത്തേക്കും ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സ്നാക്സും കോഫിയും ഒക്കെ റെഡി ആക്കിയപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത ആളെത്തി. ആൾ കുറച്ച് ദൂരത്തു നിന്നാട്ടോ വരുന്നത്. അങ്ങ് നാദാപുരത്ത് നിന്നാട്ടോ കോട്ടക്കിലേക്ക് എത്തിയിട്ടുള്ളത്. മാത്രമല്ല ഫുൾ ഫാമിലി ആയിട്ടാണ് അവൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മക്കളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്ത് അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. അങ്ങനെ ഈ വണ്ടിയിൽ മക്കളെ കണ്ടപ്പോഴാട്ടോ നമ്മളെ വീട്ടിലുള്ള മക്കൾക്ക് ഭയങ്കര സന്തോഷമായത്. അപ്പോൾ ഇതാണ് ഡോക്ടർ ഫസീല ഫ്രം നാദാപുരം. നമ്മളെല്ലാവരും പലപ്പോഴായിട്ട് മീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ 13 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരുമിച്ചൊന്ന് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ നമുക്ക്. അപ്പം നമ്മൾ 4 പേര് തമ്മിലുള്ളൊരു ബോണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5 വർഷം റൂംമേറ്റ്സ് ആയിരുന്നു കേട്ടോ. അതായത് 2006 മുതൽ 2011 വരെ എനപ്പോയ ഡെൻറ്റൽ കോളേജിൽ നമ്മൾ ഹോസ്റ്റലിൽ ഒരു റൂമിൽ താമസിച്ചവരായിരുന്നു. അപ്പം 4 മാസമുള്ള ഒരു കുഞ്ഞ് ബേബി ഉണ്ടായിട്ടും ഫസീല ഇത്രയും ട്രാവൽ ചെയ്ത് ഇങ്ങനെ ഒരു സ്റ്റേ ഓവറിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും റൂമെല്ലാം സെറ്റാക്കി അവരെല്ലാം ഒന്ന് സെറ്റിലാക്കിയിട്ട് നൈറ്റ് ആയപ്പോൾ നമ്മൾ വിചാരിച്ചു ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തു പോകാമെന്ന്. പിന്നെ ഇന്ന് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് ഓഗസ്റ്റ് 17th ആണ്. ഇന്ന് ഫസീലിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ ഒരുമിച്ച് ഹോസ്റ്റലിൽ നിന്ന സമയത്ത് ഒരു പ്രാവശ്യം പോലും നമ്മളൊരു കേക്ക് കട്ടിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെലിബ്രേഷനോ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസീലക്ക് വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല. കാരണം നമ്മൾ സാധാരണ വിഷ് ചെയ്യാറ് പോലും ഇല്ല കേട്ടോ. കാരണം ബർത്ത്ഡേസ് സെലിബ്രേറ്റ് ചെയ്യാത്ത നമുക്ക് ഈവൻ ഡേറ്റ്സ് വരെ ഓർമ്മ ഉണ്ടാവാറില്ല. അപ്പം നെജ്മു വരുമ്പോൾ കേക്കെല്ലാം സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെ വെച്ച് കട്ട് ചെയ്യും എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏതായാലും ഡിന്നർ കഴിക്കാൻ പോവാണല്ലോ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് വല്ല സർപ്രൈസ് കട്ടിങ്ങും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേക്ക് കയ്യിലെടുത്തു. പിന്നെ മക്കൾസിനൊക്കെ കാര്യം അറിയണോണ്ട് ഈ കേക്ക് ഹൈഡ് ചെയ്യാനും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവർ ഭയങ്കര ഉഷാറാണ്. അങ്ങനെ അവിടെ നമ്മളൊരു കഫേയിൽ പോയി. ഫസീലാണെങ്കിൽ ബേബിനെ ഫീഡ് ചെയ്യാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അവിടെ കേക്കെല്ലാം സെറ്റ് ചെയ്തു. കട്ട് ചെയ്യാനുള്ള നൈഫും കാര്യങ്ങളും അതും സെറ്റ് ചെയ്തു. എന്നിട്ട് ഫസീല വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അസനെ നമ്മൾ ഏൽപ്പിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഫസീല വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിള്ളേരും വെയിറ്റിംഗ് ആണ്. ഫസീല വന്നിട്ട് അവളുടെ റിയാക്ഷൻ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളും വെയിറ്റിംഗ് ആയിരുന്നു. ഇങ്ങനൊരു കേക്ക് കട്ടിങ് ഉണ്ടാവുമെന്ന് ഫസീല ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഫസീലേൻ്റെ മുഖത്ത് ഭയങ്കര സർപ്രൈസ് റിയാക്ഷൻസോ അങ്ങനെയൊന്നുമില്ല. ബട്ട് നമുക്ക് മനസ്സിലായി ഷീ വാസ് സോ ഹാപ്പി. മാത്രമല്ല ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മളിൽ ആരും ഇങ്ങനെ ബർത്ത്ഡേക്ക് വലിയ സെലിബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നവരല്ല. പക്ഷേ ഇതെന്തോ ഒരു ബർത്ത്ഡേ ആയിട്ടല്ല, പക്ഷേ എന്തോ ഒരു ഹാപ്പിനെസ് ആയിരുന്നു. നമുക്കൊരു ഫാമിലി ആയി കഴിയുമ്പോൾ പിന്നെ ആക്ച്വലി നമ്മളെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എപ്പോഴും മക്കളുടെ ഇഷ്ടം അതൊക്കെ ആണല്ലോ പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പം വല്ലപ്പോഴും ഇങ്ങനെ നമ്മളെ ഹാപ്പി ആക്കാനും അതുപോലെ നമുക്കൊരു പ്രയോറിറ്റി ഒക്കെ കിട്ടുമ്പോൾ നാച്ചുറലി അതൊരു വേറെ ഹാപ്പിനെസ് അല്ലേ. അങ്ങനെ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്തു. മക്കൾസൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ബിക്കോസ് ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ കേക്ക്. ആക്ച്വലി ഇത് ഈ കഫേയിലുള്ള കേക്ക് ആയിരുന്നില്ലല്ലോ, നമ്മൾ വരുമ്പോൾ കൊണ്ടുവന്നായിരുന്നല്ലോ. അപ്പോൾ ആദ്യം അവർക്ക് ഇവിടെ പുറത്തുനിന്നുള്ള ഫുഡ് ആയതുകൊണ്ട് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡായി ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. ബട്ട് ദെൻ അവർ സ്പെഷ്യൽ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യാൻ നമുക്ക് പെർമിഷൻ കിട്ടിയത് കേട്ടോ. നമ്മൾ കോട്ടക്കിലുള്ള പ്ലാനറ്റ് കഫേയിലാണ് കേട്ടോ കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തത്. അവർ നല്ല രീതിയിൽ തന്നെ ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്നത്. അഗെയിൻ ഞാൻ മുന്നേ പറഞ്ഞ പോലെ
നമുക്കിങ്ങനെ കേക്ക് കട്ടിങ്സും പിന്നെ ഇങ്ങനത്തെ സെലിബ്രേഷൻസൊന്നും വലിയ ശീലമില്ല കേട്ടോ. അപ്പം ഇവിടെ ഒരു വമ്പൻ കോമഡിയാണ് സംഭവിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും തന്ന് കേക്ക് കേട്ടോ. നമ്മളെല്ലാവരും കഴിച്ച് ഫസീല കൈയൊക്കെ തുടച്ചിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ കോമഡി എന്താ വെച്ചാൽ, ഫസീലല്ലേ ബർത്ത്ഡേ ഗേള്, നമ്മളാരും അവൾക്കൊരു പീസ് കേക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനൊരു സങ്കടം ഫസീല പറഞ്ഞ ഉടനെ തന്നെ ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഫസീലക്കും അങ്ങ് കൊടുത്തു. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു. നിമിഷ നേരം കൊണ്ട് കേക്ക് കാലിയാവുകയും ചെയ്തു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് 1 ബൈ 1 ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. കുട്ടികൾസൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഡിന്നർ കഴിക്കാൻ നമ്മൾ ഒരു കാഫേ ചൂസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കാഫേസ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാമല്ലോ. ലൈക്ക് 2 to 3 hours ഒക്കെ അങ്ങനെ ഇരിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ കഫേയിൽ വന്നത്. ഇവിടെ കോട്ടക്കിൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, നല്ല അറബിക് ഫുഡൊക്കെ കിട്ടുന്ന. അപ്പോൾ അവിടെ പോകാമെന്നായിരുന്നു ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തു. അങ്ങനെ ഫുഡൊന്നും തന്നെ വേസ്റ്റ് ചെയ്യാണ്ട് നമ്മളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേഗം സ്ഥലം വിട്ടു. മാത്രമല്ല, അടുത്ത ദിവസം മോർണിംഗ് നമുക്ക് വേറൊരു കലാപരിപാടി ഉണ്ട്. ഇതാ ഞങ്ങളെല്ലാവരും രാവിലെ ഏകദേശം 7 മണിയായപ്പോഴേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, എൻ്റെ വീട്ടിലായതുകൊണ്ട് രാവിലെ തന്നെ പോകാനുള്ളത് കുളത്തിലേക്കാണ്. നമ്മൾ ആക്ച്വലി ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വലിയ വീടായിരുന്നു. ആ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീടാണ് ട്ടോ നമ്മൾ ആ പ്ലാൻസൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സ്റ്റേ എൻ്റെ വീട്ടിലാക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് രാവിലെ കുളത്ത് പോകാൻ ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മൾ തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. കുറേ സംസാരിച്ച് അങ്ങനെ ഇരുന്ന സമയം പോയത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ രാവിലെ നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല മടിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർത്തു, വീട്ടിൽ പോയാലും കിടന്നുറങ്ങാലോ, ഇങ്ങനെ ഇനി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് വന്നു കേട്ടോ. രാവിലെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് സൺഡേ ആയതുകൊണ്ട് ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ തന്നെ നിറയെ ആളായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും രാവിലെ 7 മണിക്ക് തന്നെ വന്നു. അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂർ നമ്മളെല്ലാവരും കുളത്തിൽ തന്നെ ആയിരുന്നു. ആർക്കും അങ്ങനെ നീന്തലൊന്നും അറിയില്ല. പക്ഷെ നമ്മളെ അടുത്ത് ഈ ട്യൂബ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്രനെ മാത്രമേ ഇനി സ്വിമ്മിങ് പഠിപ്പിക്കാനുള്ളൂ, അമ്രനെ പഠിപ്പിക്കുന്ന ഒരു പ്രോസസ്സിലാണെന്നൊക്കെ. ഫൈനലി അവളും സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് ഈ 2 മണിക്കൂർ നീന്തലൊക്കെ കഴിഞ്ഞ് വന്നാൽ സ്വാഭാവികമായിട്ടും നല്ല വിശപ്പുണ്ടാവും എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ നല്ല പൊറോട്ടയും അതുപോലെ ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഫസീല ഇന്നലെ വരുമ്പോൾ കൊണ്ടുവന്നൊരു ഉണ്ടയുണ്ട്, അരിയുണ്ട. അതായത് നാദാപുരത്ത് മാത്രം കിട്ടുന്നൊരു അരിയുണ്ടാണിത്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് അത്യാവശ്യം നല്ല സൈസുള്ളൊരു ഉണ്ടാണ് കേട്ടോ. അതും വാഴയിലയിൽ ഇതുപോലെ നൂലൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ടാണ് ഉള്ളത്. മാത്രമല്ല, ഇത് ഒരു 2-3 ദിവസമേ പുറത്ത് കേടാവാണ്ട് ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കിയതാട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. മാത്രമല്ല, ഒരു 4-5 ആൾക്ക് സുഖമായിട്ട് കഴിക്കാം. അതിൻ്റെ കൂടെ നല്ല മധുരം ഇടാത്ത സുലൈമാനി ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ അന്ന് നമ്മളുടെ അടുത്ത പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നെജ്മോൻ്റെ വീട് കൊടിഞ്ഞിയിലാണ്. അപ്പോൾ കൊടിഞ്ഞിയിലേക്ക് നമ്മളെല്ലാവരും ലഞ്ചിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ട് നെജ്മോൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരെയും നമ്മൾ തന്നെ ഒരു വണ്ടിയിൽ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആർക്കും ആ സമയത്ത് ട്രാവൽ ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഭയങ്കര ടയേർഡാണ്. കാരണം ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റ് ആയില്ലേ ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലെ എണീറ്റ് കുളത്തിൽ പോയി 2 മണിക്കൂർ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞപ്പം ഭയങ്കര ടയേർഡാണ്. മാത്രമല്ല, നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ഒരു കണ്ടീഷനിലാണ് കേട്ടോ. അങ്ങനെ നെജ്മൂൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഞാനൊരു പാതി മയക്കത്തിലാണ് കേട്ടോ. പക്ഷെ നമ്മളെ വീഡിയോക്ക് ഒരു കണ്ടിന്യൂഷൻ വേണ്ടേ. അങ്ങനെ ഞാൻ വേഗം ഫോണൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടാ. ഈ 13 വർഷത്തിൻ്റെ ഇടയിൽ വല്ലപ്പോഴൊക്കെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര അധികം ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റിയിട്ടില്ല കേട്ടോ.
കാരണം കോളേജ് ലൈഫ് കഴിഞ്ഞതോടുകൂടെ എല്ലാവരും ഫാമിലി ലൈഫിലേക്ക് പോയി. പിന്നെ ഫാമിലി ലൈഫിലേക്ക് കയറിയാൽ നാച്ചുറലി എല്ലാവരും ഭയങ്കര ബിസി ആയി പോകുമല്ലോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ കോളേജ് ലൈഫ് ഒന്നും കൂടെ തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. ഒരിക്കലും നടക്കാത്ത ആഗ്രഹമാണ്. എന്നാലും അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവണത് ഇപ്പോഴാണ്. ഒരു ടെൻഷൻസും ഇല്ലാണ്ട് കെയർ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയൊരു കാലം. പിന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ലൈഫേ മാറ്റിമറിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണമാണ് കേട്ടോ. പിന്നെ പുതിയ വീട്, പുതിയ ആളുകൾ, പുതിയ ചുറ്റുപാട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ഒരു സ്വിച്ച് ഇട്ട പോലെ ഇതിലേക്കൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്ന കുറേ ആളുകളും. ഈ അമിതമായ പ്രതീക്ഷകളാണ് നമ്മളെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളായി മാറി തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ കേക്കൊന്നും കഴിക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും കൊണ്ടുവന്ന് വെച്ച സ്ഥിതിക്ക് നമ്മൾ കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ നമ്മൾ ഷായിന നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഈക്വലാക്കിയിട്ട് എല്ലാ ബൗളിലേക്കും സെർവ് ചെയ്തു. കേക്ക് മാത്രമല്ല കേട്ടോ, കേക്കിൻ്റെ കൂടെ നല്ല വാനില ഐസ്ക്രീമും ഉണ്ടായിരുന്നു. പിന്നെ വാനില ഐസ്ക്രീം തീർന്നു പോയപ്പം അടുത്ത ഫ്ലേവർ ഇറക്കി, അതായത് സ്ട്രോബെറി. അങ്ങനെ ബിരിയാണി, കേക്കും ഐസ്ക്രീമും എല്ലാം ടേസ്റ്റ് ചെയ്തും കഴിച്ചൊക്കെ ഞാനൊരു വഴിയായിട്ടാണ്. ഇന്നലെ ഉറങ്ങാത്ത ക്ഷീണവും രാവിലെ കുളത്ത് പോയ ക്ഷീണവും അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ക്ഷീണവും എല്ലാം കൂടെ എനിക്ക് ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഒന്നിനുള്ള സമയമില്ല. കാരണം എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് വേണം എൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ട് കാലിക്കറ്റിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ നെജ്മോൻ്റെ ഈ വീട് റെനോവേഷൻ ചെയ്തതിന് ശേഷം നമ്മളിവിടെ കണ്ടിട്ടില്ല. മാത്രമല്ല ഈ വീടിൻ്റെ അപ്പുറത്തെ സൈഡ് ഫുള്ള് വയലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ്. അങ്ങനെ നമ്മൾ വീട് മൊത്തം ഒന്ന് കറങ്ങി കണ്ടു. മാത്രമല്ല ഒരു സിസ്റ്ററിൻ്റെയും ബ്രദറിൻ്റെയും ഒക്കെ വെഡ്ഡിങ് വളരെ റീസെൻ്റ് ആയിട്ടാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ റൂം സെറ്റ് ചെയ്തതും എല്ലാം നമ്മളൊന്ന് കണ്ട്. അങ്ങനെ ഫസീലക്ക് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാൻ ഉണ്ടായതുകൊണ്ട് ഫസീല ആദ്യം ഇറങ്ങി പോകുന്ന വഴിക്ക് ഷാഹിനേനെയും ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ആസ് യൂഷ്വൽ കുറേ ഫോട്ടോസും സെൽഫീസൊക്കെ എടുത്തു. എന്തായാലും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഗെറ്റ് ടുഗെദർ ആയിരുന്നു കേട്ടോ. നമ്മൾ കുറേ മുന്നേ പ്ലാൻ ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്തൊരു ഗെറ്റ് ടുഗെദർ അല്ല. മാത്രമല്ല നമുക്ക് ക്ലോസ് ആയ വേറെയും ഫ്രണ്ട്സ് നമ്മളെ കൂടെ കൂടാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പല പല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്കൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പം അവരുടെ മൈൻഡിൽ ചെറിയൊരു എന്ന് തോന്നാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഫസീലയും ഫാമിലിയും കൂടെ ഷാഹിനയും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. പിന്നെ എന്നെ നെജ്മു എൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.